മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മാറ്റമില്ലാത്ത വചന ശുശ്രൂഷയിലേക്ക് വചനം സംസാരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഈ വായിച്ചു കേട്ട വചനത്തിൻ്റെ പശ്ചാത്തല ഭാഗം എന്ന് പറയുന്നത് ഗലീലിയായിലെ കാനാവിലുള്ള ഒരു യഹൂദൻ്റെ വീട്ടിലെ വിരുന്ന് സൽക്കാരം, കല്യാണ വിരുന്ന് സൽക്കാരത്തെക്കുറിച്ചുള്ളതാണ്. ആ കല്യാണ വിരുന്ന് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കല്യാണം ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. അതുപോലെ വിരുന്ന് സൽക്കാരം അവർക്ക് ഏറ്റവും പ്രധാനമുള്ളതാണ്. ഈ വീഞ്ഞ് വിരുന്ന് സൽക്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നടത്തുവാൻ അവിടെ ആയിരുന്നപ്പോൾ യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അമ്മ പരിചാരകരുടെ കൂടെ എല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാധാരണ ബന്ധുക്കളായ കുറച്ച് മുതിർന്ന ആളുകൾ എപ്പോഴും അവരുടെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ അമ്മ വേഗം ശ്രദ്ധിക്കുന്നു, വീഞ്ഞ് കുറഞ്ഞു വരുന്നു. അപ്പോൾ യഹൂദന്മാർക്ക് അപമാനം ഉണ്ടാക്കുന്നതാണ് ഈ വിരുന്ന് സൽക്കാരത്തിൽ വീഞ്ഞ് കിട്ടിയില്ല എങ്കിൽ. അപ്പം ഉടനെ ഓടി വന്ന യേശുവിനോട് പറഞ്ഞു, വീഞ്ഞു തീരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അതിനെ വലിയ ശ്രദ്ധിക്കാത്ത പോലെ എനിക്കെന്താ എന്നുള്ള ഭാവത്തിൽ അവിടെ ചുമ്മാതിരുന്നപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ പറഞ്ഞതാണ്, ശുശ്രൂഷകരോടായിട്ട് പറഞ്ഞതാണ്, അവൻ വല്ലതും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുക. അപ്പോൾ കൽപ്പന എവിടെ നിന്ന് വരണം? യേശുവിൽ നിന്ന് വരണം. അപ്പോൾ യേശുവിൽ നിന്ന് വരണമെങ്കിൽ യേശു ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കൽപ്പനയാണ് ജനങ്ങൾക്കായിട്ട് പറയുന്നത്. അത് പ്രധാനമായുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ യേശു നോക്കിയപ്പോൾ മുറ്റത്തിൻ്റെ, അതായത് പരുവമ്പുറത്ത് കിടക്കുന്ന കൽഭരണികളെ കാണുവാനിടയായി. ഉടനെ തന്നെ യേശു പരിചാരകരോട് പറഞ്ഞു, ഈ കൽഭരണികളിൽ നല്ല ജലം നിറച്ചു വെക്കുക, വിരുന്നുവാഴികൾക്ക് കോരി വിളമ്പുക. ഇത് മാത്രമാണ് യേശു പറഞ്ഞത്. എന്നാൽ പരിചാരകർ ഉടനെ തന്നെ യേശുവിൻ്റെ ശബ്ദം കേട്ട ഉടനെ അവർ അതിനെ എടുത്ത് നല്ലപോലെ കഴുകി ഉള്ളെല്ലാം ശുദ്ധമാക്കി. ഈ കൽഭരണികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ വീട്ടിൽ പരമ്പുറത്ത്, അതായത് വാതുക്കൽ വെച്ചിരിക്കുന്ന വലിയ 2-3 പറ വെള്ളം കൊള്ളുന്ന കൽപാത്രങ്ങളാണ്. അതിലിങ്ങനെ വെള്ളം നിറച്ച് വെക്കും. വരുന്നവർ കാല് കഴുകാനും അത് ഉപയോഗിക്കും. അതാണ് അവരുടെ ആചാരപ്രകാരമുള്ള ഒരു പാത്രമാണ്. അത് വെളിയിൽ കിടന്നതുകൊണ്ട് തന്നെ അതിനൊരു വൃത്തി ഉണ്ടാകാൻ സാധ്യതയില്ല. അകത്ത് വളരെയധികം വൃത്തികേടായിരിക്കും. അതുകൊണ്ട് തന്നെ പരിചാരകർക്കറിയാം, ഏറ്റവും മഹത്വമുള്ള വീഞ്ഞ് കൊടുക്കുവാൻ വേണ്ടിയാണല്ലോ ഇത് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് എന്ന് വെച്ച് അവരത് നല്ലപോലെ ശുദ്ധീകരിച്ച് അതിൻ്റെ നല്ല അകവും പുറവുമെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി അകത്ത് ഭക്ഷണശാലയിലേക്ക് കൊണ്ടുപോയി വെച്ച് നല്ലപോലെ വെള്ളം നിറച്ച് വെച്ച് അത് വിരുന്നുകാർക്ക് കൊടുക്കുവാനിടയായി. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? വൃത്തിഹീനമായി കിടന്ന സ്ഥലത്ത് നിന്ന് അതിന് നല്ല സ്ഥലം മാറ്റം കിട്ടി. മുൻപ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ഇപ്പോൾ വരുന്ന വലിയ പ്രധാനികളൊന്നും ഇതൊന്നും കാണാറൊന്നുമില്ല, അതെവിടെയെങ്കിലും കിടക്കും. പക്ഷേ
അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ വൃത്തിയായിരിക്കുന്ന നല്ല തിളക്കമുള്ള വൃത്തിയുള്ള ആ പാത്രങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ, അതുകൂടാതെ അതിനകത്തെ ഏറ്റവും നല്ല വീഞ്ഞായി മാറിയത് വിരുന്നുവാഴികൾക്ക് എടുത്ത് വിളമ്പിയപ്പോൾ അവർ വരെ ചോദിച്ചു, അയ്യോ, ഇത് അവസാനമാണോ ഇത്രയും നല്ല വീഞ്ഞ് തരുന്നത്? ഇത് ആദ്യം തരേണ്ടതല്ലേ എന്ന് ചോദിച്ച് ആ യേശു കൽപ്പിച്ച വെള്ളത്തിൽ നിന്നുണ്ടായ വീഞ്ഞ് വളരെ രുചികരവും മഹത്വമുള്ളതും എല്ലാവരാലും പ്രശംസിക്കത്തക്കതുമായിരുന്നു. അതിന് അങ്ങനത്തെ ഒരു അവസ്ഥയായി തീർന്നിട്ടുണ്ട്. അതാണ് യേശുവിൻ്റെ വാക്കുകൾക്കുള്ള വില, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം ശ്രദ്ധിക്കുന്നവർക്ക് കിട്ടുന്ന മഹത്വം. അടുത്ത് പറഞ്ഞാൽ, ഈ പരിചാരകർ യേശുവിനെ അറിയില്ല, യേശുവുമായിട്ട് ഒരു ബന്ധവുമുള്ളവരല്ല. എങ്കിലും യേശു പറഞ്ഞ ഉടനെ തന്നെ അവർ അതുപോലെ ചെയ്തു. അപ്പോൾ ഈ വിരുന്നുവാഴികൾക്ക് വിളമ്പിയപ്പോൾ അവർ കൊടുത്ത പ്രശംസ കൊണ്ട് ഇവർ തന്നെ അതിശയപ്പെട്ടു. അപ്പോഴാണ് യേശുവിൻ്റെ കൂടെ ഇരുന്ന 12 ശിഷ്യന്മാരും ആ അത്ഭുതം കണ്ട് കൂടുതൽ വിശ്വസിക്കാൻ ഇടയായി. ഈ പരിചാരകർ ഉടനെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം അവർ വിചാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, അതായത് ഇത് യേശു പറഞ്ഞത് ഉടനെ അനുസരിക്കുകയും മറു ചോദ്യമൊന്നും ചോദിച്ചില്ല. അവർക്ക് യേശു അത്ഭുതം ചെയ്യുമെന്നോ ഇത് യേശു ആണെന്നോ ഒന്നും അറിയാത്തവരായിരുന്നു. എന്നിട്ട് പോലും അവർ അത് അനുസരിക്കാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നമ്മൾ നല്ല വചനം ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ, യേശുവിനെ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അനുസരിക്കുവാനും അംഗീകരിക്കാനും സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുവാനും ഈ പരിയമ്പുറത്ത് കിടന്ന കൽപ്പരണികൾക്ക് കിട്ടിയ നല്ല സ്ഥാനമാനങ്ങൾ പോലെ, ഉയർച്ച പോലെ, അവരുടെ അതിലെ അഴുക്കുകൾ, ഉൾപ്പുറത്തുണ്ടായിരുന്ന പാപക്കറകളുള്ള അഴുക്കുകളെ തേച്ച് കഴുകി വെടുപ്പാക്കി, അതുപോലെ നമ്മുടെ ഉള്ളത്തെയും യേശുവിൻ്റെ വചനത്താൽ വരുമ്പോൾ അതെല്ലാം പാപക്കറകളെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി ദൈവം നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. അതാണ് പുതിയ നല്ല മഹത്വമുള്ളൊരു വീഞ്ഞ് അവിടെ പ്രത്യക്ഷമായത്. ഈ കൽഭരണികൾ പോലെ നമ്മളാകുന്ന കൽഭരണികളെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്താൽ അത് നമ്മളെ നല്ല ശുദ്ധമുള്ള അല്ലെങ്കിൽ മഹത്വമുള്ള ഒരു വ്യക്തിയായി മാറ്റും. നല്ല പുതുമയുണ്ടാകും. എപ്പോഴും യേശുക്രിസ്തു ചെയ്യുന്നതിന് ഒരു പുതുമയുണ്ടായിരിക്കും. അതിന് മറ്റ് ഇതുപോലെയല്ല, അതെപ്പോഴും പുതുതായിരിക്കും. അടുത്തതായി നമ്മൾ ചിന്തിച്ചാൽ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ യേശുവിനെ ക്ഷണിക്കണം. നമ്മുടെ കാര്യത്തിന് നമ്മൾ യേശുവിനെ ക്ഷണിക്കണം. യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെയാണ് ഈ കല്യാണത്തിനും അവിടെ യേശുവിനെ ക്ഷണിച്ചിരുന്നു. യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വീഞ്ഞിൻ്റെ കുറവ് ഉടനെ നികത്തുവാൻ സാധിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പല കുറവുകളുമുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അപ്പോൾ നമ്മുടെ കൂടെ യേശു ഉണ്ടെങ്കിൽ നമ്മൾക്ക് വേഗം യേശുവിനോട് പറയാം, ഞങ്ങൾക്ക് ഇന്ന കുറവാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ ഇന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, അതുകൊണ്ട് യേശുവിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ ദൈവത്തോട് അകമിഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും ദൈവം അവിടെ ഇടപെടും. ഈ കൽഭരണികൾക്ക് സംഭവിച്ചതുപോലെ അതിൻ്റെ അകത്തെ അതിന് ശുദ്ധമാകും. എല്ലാവരും അവഗണിക്കപ്പെട്ട് ഇട്ടിരുന്ന സ്ഥലത്ത് നിന്ന് അതിന് നല്ല സ്ഥാനമാറ്റമുണ്ടാകും. സ്ഥലം ചേഞ്ച് ചെയ്ത് അതിനെ നല്ല സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. ആരാലും ശ്രദ്ധിക്കപ്പെടാത്തത് ഇപ്പോൾ ഭക്ഷണശാലയിലിരിക്കുമ്പോൾ നമുക്കറിയാം, അത് എല്ലാവരും ശ്രദ്ധിക്കും. ഭക്ഷണം എല്ലാവർക്കും ആവശ്യമുള്ള ഇതായതുകൊണ്ട് തന്നെ അതെല്ലാവരും ശ്രദ്ധിക്കപ്പെടും. അതുപോലെ അതിൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ട്. അത് നേരത്തെ കിടന്ന സ്ഥലമല്ല, ഇപ്പോൾ അകത്തിരിക്കുന്നു. അതുപോലെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ അഡ്രസ്സ് മാറും. നമ്മൾ നേരത്തെ ഇരുന്ന ആ ഇതിലായിരിക്കുകയില്ലായിരിക്കുന്നത്. അതുപോലെ മറ്റ് വലിയ വലിയ സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഉയർച്ച നമ്മൾക്കുണ്ടാകും. കർത്താവിൻ്റെ കൃപ കിട്ടിയാൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ നോട്ടം കിട്ടിയാൽ, ഒരു ശ്രദ്ധ കിട്ടിയാൽ, ഒരു വാക്ക് കിട്ടിയാൽ അതിന് നമ്മുടെ ആകെ മൊത്തമുള്ള അവസ്ഥ മാറും. നമ്മൾ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ ആ ഒരു കല്യാണ വിരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ, യഹൂദന്മാരുടെ കല്യാണമാണെന്നറിയാം, വീഞ്ഞ് അവിടെ പ്രധാനമാണെന്നറിയാം, എന്നിട്ടും അവിടെ കുറവ് സംഭവിച്ചു. ആ വീഞ്ഞിൻ്റെ കുറവ്
ആണ് അവിടെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് അവിടെ ദൈവപ്രവൃത്തി നടക്കണം എന്നുള്ളത് കണ്ടാണ് അത് സംഭവിച്ചെന്ന് തന്നെ പറയാം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോയൊരു സാധനം കിട്ടിയില്ല, നടന്നില്ല എങ്കിൽ ഉടനെ നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും. ഞാൻ എത്രയെല്ലാം പ്രാർത്ഥിച്ചു, എന്തെല്ലാം ചെയ്തു, എന്നിട്ടും എനിക്കത് സാധിച്ചില്ലല്ലോ എന്ന് നമുക്കൊരു പരിഭവമുണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ദൈവത്തോട് പരിഭവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിയുവാൻ നമ്മളെ എപ്പോഴും കാണുന്ന ദൈവം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ദൈവത്തോടൊരു ബന്ധമുണ്ടെങ്കിൽ, നമ്മൾ ദൈവവുമായി ഒരു സംഭാഷണമുണ്ടെങ്കിൽ, നമ്മുടെ പ്രതിസന്ധി ഏത് കാര്യമാണെങ്കിലും നമ്മളത് ഉടനെ പറയുക, അത് നമുക്ക് സാധിച്ചു കിട്ടും. ഇപ്പോൾ ഈ കൽഭരണികളിലിരുന്ന നല്ല വീഞ്ഞു പോലെ നമ്മുടെ ജീവിതത്തിന് ഒരു പുതുക്കം പ്രാപിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ചരിത്രം രണ്ടായി വിഭജിക്കപ്പെട്ടു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. BC എന്നും AD എന്നും. BC എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടവും, AD എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടവും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ, സ്വീകരിച്ചാൽ, യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഒരു ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിനും രണ്ട് തലങ്ങളുണ്ടായിരിക്കും. ഒന്ന് കഴിഞ്ഞുപോയ BC പോലെ കഴിഞ്ഞൊരു കാലവും, ഇപ്പോൾ രണ്ടാമത് നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ദൈവത്തിൻ്റെ പാതയിൽ നടക്കുന്നവർക്ക് ഒരു പുതുജീവനായിട്ടുള്ള ഭാഗവും കിട്ടുവാൻ ഇടയാകും. അങ്ങനെ നമ്മൾ മുൻപ് ഉള്ള കാര്യങ്ങളിൽ, അതായത് BC കാലഘട്ടത്തിൽ, നമ്മൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കാണും, ദാരിദ്ര്യപ്പെട്ടിട്ട് കാണും, വേദന അനുഭവിച്ചിട്ട് കാണും, വളരെ നിന്ദകൾ അനുഭവിച്ചിട്ട് കാണും, പല കാര്യങ്ങളാലും ബുദ്ധിമുട്ടിയിട്ട് കാണും. ആ പ്രശ്നങ്ങളെല്ലാം കർത്താവിനറിയാം. അത് നമ്മൾ കർത്താവിനെ സ്വീകരിക്കുന്നതോടുകൂടി അത് മുഴുവൻ മുങ്ങപ്പെട്ടു പോകുന്നു. അത് മുങ്ങി പോയിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഒരു പുതുജീവിതമാണ് തുടങ്ങുന്നത്. ആ പുതിയ ജീവിതത്തിൽ, ഈ പുതിയ വീഞ്ഞു പോലെ, ഈ പുതിയ ജീവിതത്തിൽ പുതിയ പുതിയ തലങ്ങളിൽ, ഉന്നത സ്ഥാനങ്ങളിൽ, ബഹുമാനിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ, നല്ല അകമയുള്ള മനുഷ്യൻ്റെ ഹൃദയം നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ മാറ്റിയെടുക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ദൈവത്തോട് കൂടി നടക്കുക, ദൈവവചനം അനുസരിക്കുക, ദൈവവചനത്തിനെതിരായി കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. അതുപോലെയാണ് ഈ കാനാവൂരിൽ നടന്ന ഈ പരിചാരകരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരാരും യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടില്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എങ്കിലും ആ വിരുന്ന് സൽക്കാരത്തിന് ജോലി ചെയ്യുവാൻ വന്ന ആ ജോലിക്കാർ ആ യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിരിക്കും. യേശുവിൻ്റെ പ്രവർത്തനത്തിലോ സംസാരത്തിലോ യേശുവിൻ്റെ ആ മൊത്തത്തിലുള്ള ഒരിതിൽ തോന്നിയിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ തന്നെ അവരൊന്നും മറുപടി ചോദ്യം ചോദിച്ചില്ല. മറുപടി അങ്ങോട്ട് ഒരു ചോദ്യമോ സംശയമോ ഒന്നും ചോദിക്കാതെ തന്നെ യേശു പറഞ്ഞതനുസരിച്ചു എന്ന് കാണാം. എന്നാൽ നമ്മൾ ഈ വേദപുസ്തകത്തിൽ പലയിടത്തും വായിക്കുന്നുണ്ട്, ശിഷ്യന്മാരുമായി നടക്കുമ്പോൾ ശിഷ്യന്മാർ പലപ്പോഴും യേശുവിനെ സംശയിച്ചു എന്ന്. ഇതെല്ലാം കണ്ടിട്ട് അവസാനം യേശുക്രിസ്തു പറഞ്ഞിരുന്നു, ഞാൻ ഇതുപോലെ മരിക്കും, ഉയർത്തെഴുന്നേക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും എന്നെല്ലാം പറഞ്ഞിട്ടും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നിയെന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ കൂടെ നടക്കുന്നവർക്ക് എല്ലാം കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നടന്ന ആ 33.5 വർഷവും കൂടെ നടന്ന ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ആ 3.5 വർഷവും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൂടെ യേശുവിൻ്റെ കൂടെ നടന്നവർക്ക് സംശയം തോന്നി. എന്നാൽ ഈ വെറുതെ നിന്ന ഈ ജോലിക്കാർക്ക് യേശു പറഞ്ഞപ്പോൾ ഒരു സംശയവും തോന്നിയില്ല. ഇതുപോലെയാണ് ദൈവവചനം. ഞാൻ എങ്ങനെയാണ് ഈ വചനം കേൾക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ബൈബിൾ വായിക്കുന്നത്, എനിക്കത് വായിക്കാൻ പാടുണ്ടോ, അത് ക്രിസ്ത്യാനികൾക്കുള്ളതല്ലേ എന്നെല്ലാം പറയാറുണ്ട്. ഇത് ക്രിസ്ത്യാനികൾക്കുള്ള ഒരു പുസ്തകവുമല്ല. തിന്മയുടെ അടിമത്തത്തിൽ നിന്ന്
നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ ദൈവം ഓരോരോ പദ്ധതികൾ ഒരുക്കിയിരുന്നു. അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് യേശു. യേശുവിനെ ദൈവം സ്വന്തം പുത്രനെ തന്നെ മനുഷ്യരുടെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ദൈവം അവൻ്റെ സ്വച്ഛായയിൽ സൃഷ്ടിച്ച ജീവിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുക്കിക്കൊടുത്ത് ഈ ലോകത്തിലേക്ക് അയച്ച മനുഷ്യർ തന്നെ അവർ ദൈവത്തിനെതിരായി പ്രവർത്തിച്ച് അവർക്ക് തോന്നുന്ന പോലെ പ്രവർത്തിച്ച് നടന്നപ്പോൾ ദൈവത്തിനുണ്ടായ ആ സങ്കടം ദൈവം സ്വന്തം പുത്രനെ ബലിയാക്കുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് യേശുക്രിസ്തു ജനിച്ച് ഈ ലോകത്തിലേക്ക് വന്നത്. അത് ഒരാൾക്ക് വേണ്ടി വന്നതല്ല, ഒരു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വന്നതല്ല. ഈ പുസ്തകം എഴുതിയിരിക്കുന്നതും ഈ ബൈബിളിൻ്റെ ഇത് പറഞ്ഞാൽ അത് ഒരു ചരിത്ര പുസ്തകമാണ്, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ ഈ ചരിത്രം മനുഷ്യരുടെ ജനനം മുതൽ മനുഷ്യരുണ്ടായത് മുതൽ അവർ അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് അവിടെ ഒരു ക്രിസ്ത്യാനിയെന്നോ ക്രിസ്ത്യാനികളുടെ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു മതഗ്രന്ഥവുമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം അനുസരിച്ച് ജീവിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനത്തിൽ ഊന്നി നിൽക്കുന്നവർ, അവർക്ക് ദൈവം എപ്പോഴും തുണയായിരിക്കും എന്നുള്ള ഒരു സത്യവചനത്തിൻ്റെ പുസ്തകമാണിത്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ജനിച്ചു, ഇത്ര വർഷം ജീവിക്കുന്നു, അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ആ പദ്ധതി അനുസരിച്ച് തന്നെ യേശുക്രിസ്തുവിന് മരണം സംഭവിക്കുന്നു. അങ്ങനെ ആ മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, മരണത്തിൽ ദൈവം ആ അസമത്വം അല്ലെങ്കിൽ തിന്മയുടെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യരെ ഉദ്ധരിക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ കല്യാണ വിരുന്നിലെ ആ കൽഭരണികൾ പോലെ കൽഭരണികൾ അത് അടിമത്തത്തിൽ കിടക്കുവാണ്. കാരണം അതിനകത്ത് വരാൻ പറ്റത്തില്ല, അത് മുറ്റത്ത് തന്നെ കിടക്കുവാണ്. ചിലപ്പോൾ നമുക്കറിയാം മുറ്റത്ത് കിടക്കുന്ന സാധനം ചിലർക്ക് തോന്നിയാൽ അങ്ങോട്ട് തട്ടിയിട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തട്ടിയിട്ടിട്ട് പോകും. അതുപോലെ അടിമത്തത്തിൻ്റെ വേര് നടിയിൽ അങ്ങനെ വളരെ ഞെരുങ്ങിക്കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ കൽച്ചാടികൾ പോലെ പാപങ്ങളാലും സ്വന്തം ഒരു കാര്യങ്ങളുമില്ലാതെയുള്ള ദുഃഖങ്ങളാലും എല്ലാം അടിമത്തത്തിൽ, തിന്മയുടെ അടിമത്തത്തിൽ, സാത്താൻ്റെ വ്യാപാരത്തിൽ കിടക്കുന്ന അനേക ജനങ്ങളുണ്ട്. അവർക്ക് യേശുവിനെ കണ്ടെത്തുവാനുള്ള വഴിയാണ് ഈ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. അതുപോലെയാണ് ഈ വിരുന്നുവാഴികളിൽ അവിടെ വന്ന ജോലിക്കാരും യേശുവിനെ കണ്ടിട്ടില്ല. എങ്കിലും അവർ കണ്ട ഉടനെ അല്ലെങ്കിൽ യേശു പറഞ്ഞ ഉടനെ അത് അപ്പോൾ തന്നെ അതേപടി അനുസരിച്ചു. അതുകൊണ്ടാണ് ഈ നല്ല ഭരണികളെയെല്ലാം വൃത്തിയാക്കി, അതായത് നമ്മൾ ചെയ്ത പാവങ്ങളും പാവത്തിൻ്റെ മറ്റ് കാര്യങ്ങളുമെല്ലാം കറകളെയെല്ലാം കഴുകിക്കളയുമ്പോൾ അത് യേശുവിൻ്റെ വാക്കിനാലാണ് കഴുകിക്കളയുന്നത്. ഇല്ലെങ്കിൽ ഈ ജോലിക്കാർ ആരും ഒരു കാരണവശാലും ഈ കൽഭരണകൾ കഴുകാറില്ല. അതെപ്പോഴും അവിടെ എവിടെയെങ്കിലും കിടക്കും, അത്ര തന്നെയാണുള്ളത്. എന്നാൽ യേശു അതിനെ കണ്ടപ്പോൾ, ഇതുപോലെയാണ് യേശു അതിനെ തിരഞ്ഞെടുത്തപ്പോൾ അതിന് ഉന്നത സ്ഥാനങ്ങൾ കിട്ടി, ബഹുമാനിക്കപ്പെട്ടു. അകത്തെ മനുഷ്യനെ പുതുതാക്കി ജനിപ്പിക്കുവാൻ എൻ്റെ കർത്താവിന് സാധിക്കും. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിനെ പുതിയ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ മറക്കത്തക്ക രീതിയിൽ അതിനെ ശുദ്ധി ചെയ്തു. അതിനെ ശുദ്ധി ചെയ്തതിന് ശേഷമാണ് പരിശുദ്ധമായ വെള്ളം അതിൽ നിറച്ചു വെക്കുന്നത്. ശുദ്ധമായ ജലം ശുദ്ധമായ സ്ഥലത്ത് വെക്കണമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് ആ വീഞ്ഞ് ആയി മാറിയത്. ആ വീഞ്ഞ് വിരുന്നുവാഴികൾ, ക്ഷണിക്കപ്പെട്ട വിരുന്നുകാരികളുടെ മധ്യേ പോലും അത് അവർ പ്രശംസിക്കത്തക്കവണ്ണം ഉള്ളതായി തീർന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കണം. നമ്മളൊരു പുതുജീവനായി മാറുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് മാറുമ്പോൾ, എൻ്റെ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മധ്യത്തിൽ ഇറങ്ങുമ്പോൾ, ഈ വചനങ്ങളെല്ലാം നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ, അഴുക്കുകളെയെല്ലാം പുറത്തു കളഞ്ഞ് നമ്മൾ നല്ല വചനങ്ങളുമായി നടക്കുമ്പോൾ കാണുന്നവർ തന്നെ നമ്മളോട് പറയും, അവരിന്നെ നല്ല ഒരു വചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാതെ ക്രിസ്ത്യാനികളാണെന്നല്ല പറയുന്നത്. ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നതിൽ അപാകതയൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തോടു കൂടി ചേർന്ന് നടക്കുന്ന, ഒന്നാമതായി വചനത്തെ വിശ്വാസത്തിലെടുത്ത് വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവരെ എപ്പോഴും സമൂഹത്തിൽ പ്രത്യേകിച്ച് എടുത്തു കാണപ്പെടും. അത് നമുക്കറിയാം. ഇപ്പോൾ ഒരുപാട് സുവിശേഷകരുള്ള കാലമാണ്. അതിൽ ചിലരുടെ പേര് പറയുമ്പോൾ തന്നെ അവർ പറയും, അത് ഇന്നയാളല്ലേ,
അല്ലെങ്കിൽ ഇത് ഇന്നയാളല്ലേ, ആ ആൾ പറയുന്ന പ്രസംഗം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതാണ് എന്നൊക്കെ. നമ്മൾ പ്രസംഗം കേൾക്കുന്നത് നല്ലതാണ്. കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ചിന്ത കൂടെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് യേശുവിനോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ യേശു ഏറ്റവും ഹീനമായ സാധനം ഈ കൽഭരണിയിലെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അതുപോലെ നമ്മളെ യേശു തിരഞ്ഞെടുക്കുവാൻ നമ്മളെ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഹീനമായ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ ഏറ്റവും കുറഞ്ഞ ആളുകളായിട്ട് ഈ സമൂഹത്തിൽ കിടക്കുന്നവരായിരിക്കാം. അവരെ ദൈവം തിരഞ്ഞെടുക്കും. അത് ഒരു ദിവസം ഉണ്ടാകും. അന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ആ കൽഭരണികളെ തിരഞ്ഞെടുത്തതുപോലെ നമ്മളെയും തിരഞ്ഞെടുക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിനുള്ള മറ്റ് കാര്യങ്ങൾ എല്ലാം ദൈവം ഒരുക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ ഉയർത്തെഴുന്നേറ്റ് പാവങ്ങളുടെ പരിഹാരമായിട്ട് മരിച്ച ശേഷം യേശു ബലിയായി തീർന്നത് എല്ലാവർക്കും വേണ്ടിയാണെന്നാണ് വചനത്തിലുടനീളം പറയുന്നത്. യേശു എല്ലാവർക്കും വേണ്ടി ബലിയായി തീർന്നു. എന്നാൽ പ്രിയജനമേ, നിങ്ങളൊന്നോർക്കണം, എല്ലാവർക്കും വേണ്ടി ബലിയായി തീർന്നിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ആ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ആ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നടക്കുന്നവർക്ക് മാത്രമാണ് കർത്താവിനോടുകൂടി കൂട്ടായ്മയുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു. ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളപ്പടിയിന്മേൽ പുരട്ടിയിട്ട് അതാണ് സംഹാരദൂതൻ വരുമ്പോൾ അവരെ തിരിച്ചറിയാനുള്ള അടയാളം. എന്നിട്ട് ഒരു കാര്യവും കൂടി ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ പുറത്തു പോകരുത്. ഈ അടയാളം ഇട്ടതിന് ശേഷം നിങ്ങൾ അകത്ത് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമാണ് സംഹാരദൂതൻ വരുമ്പോൾ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു നല്ല നിബന്ധനകൾ അവിടെ വെച്ചിരുന്നു. അതുപോലെയാണ് ഈ ജീവിതത്തിലും നമ്മൾ ക്രിസ്തുവിനെ ഏറ്റ ശേഷം, ക്രിസ്തുവിൻ്റെ വചനങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ ആർക്കും ഈ കർത്താവ് ബലിയായതിൻ്റെ രക്ഷ കിട്ടുകയില്ല എന്നുള്ളത് പ്രിയജനമേ നിങ്ങൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ വചനത്തെ വെറുത്ത് കളഞ്ഞ് ഓടിപ്പോകുവാൻ പാടില്ല. എല്ലാവർക്കും അത് ദൈവത്തോടു കൂടി നടക്കുവാനും പ്രാർത്ഥനയിലായിരിക്കുവാനും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് ആ വചനത്തിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഏറ്റക്കുറച്ചിലുകളും നമ്മൾക്ക് അതെങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ദൈവത്തിൻ്റെ കാര്യം ചെയ്യട്ടെ, ഞാൻ എൻ്റെ കാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ നടക്കുവാനല്ല. ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കുക, അല്ലാത്തപ്പോൾ മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് ദൈവദാസന്മാരുണ്ടല്ലോ, അങ്ങനെ ഒരു ജനറലായിട്ട് പറയുന്ന ആളുകളുണ്ട്. അത് നമ്മൾ വിളിച്ചാൽ പലരും പ്രാർത്ഥിക്കുമല്ലോ, അത് മതിയല്ലോ, ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയും. ഇതൊക്കെ അല്ല. നിങ്ങളുടെ തനിപ്പെട്ട പ്രാർത്ഥനയിൽ, കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ, അതുപോലെ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോ ദിവസവും രാവിലെ ഉണരുന്നു, വൈകിട്ട് ഉറങ്ങുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. അതൊരു മരണം പോലെയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നത്. പക്ഷേ നമ്മൾ ഉറങ്ങുന്നവരെ ദൈവം താങ്ങുകയാൽ നമ്മൾ ഉണർന്നുമിരിക്കുന്നു എന്ന വചനത്തിൽ വായിക്കുന്നു. നമ്മളപ്പോൾ മരിക്കുന്നില്ല, എന്നാൽ നമ്മൾക്കത് ഓർമ്മയില്ലാതെ നമ്മൾ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് ഉണർവുണ്ടാകുന്നത്. ഇതാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്നുള്ളത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളത് എന്നും പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് പ്രാർത്ഥനയുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം, ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ആ കാര്യം പറയുവാണെങ്കിൽ, രാവും പകലും ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യേശു തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം സാധിക്കണമെങ്കിൽ, അതൊരു പ്രത്യേക കാര്യം നമ്മുടെ ആവശ്യമെങ്കിൽ, നമ്മളങ്ങനെ ഉറങ്ങാതെ രാവും പകലും പ്രാർത്ഥിക്കണം എന്നുള്ള പ്രബോധനമാണ് അതിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ണുകളടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ കാണുന്ന നല്ല ദൈവമേ, ഈ ഇത്രയും ഞങ്ങൾ നിൻ്റെ മുമ്പിലിരുന്ന ഈ ദൈവവചനമെല്ലാം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ അപ്പാ. ഇന്ന് ഞങ്ങൾ ഈ കേട്ട ദൈവവചനം ദൈവത്തെ സ്വീകരിക്കുവാനുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾക്ക് കുറവുകളുണ്ടാകുമ്പോൾ, നമ്മൾക്ക് നിന്ദകളുണ്ടാകുമ്പോൾ, നമ്മൾക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ മറ്റ് കുറവുകളുണ്ടാകുമ്പോൾ, നമ്മുടെ ബലഹീനതയിൽ, അതുപോലെ ദിനം പ്രതി ഒരു മനുഷ്യരുമില്ല, എല്ലാം സാധിച്ചവർ അവരെല്ലാവരും കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ നീ എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം തരണമേ. ഈ കൽഭരണികൾ പോലെ എന്നെ ശുദ്ധീകരിച്ച് അതിൽ നല്ല പുതുമയുള്ള എൻ്റെ ജീവിതത്തെ ആക്കി തരണമേ, അതിനൊരു മാറ്റം വരണമേ എന്ന് നമുക്കിന്ന് ആ നല്ല കർത്താവിനോട് പ്രാർത്ഥിക്കാം. അത് എനിക്ക് എൻ്റെ ജീവിതം നേരെയാക്കുവാൻ, ഇപ്പോൾ പല കാര്യങ്ങൾ ഈ ലോകം തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നത് നമുക്കെല്ലാം അറിയാം. ഓരോ ദിവസവും വാർത്തകൾ വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെയാണ് മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യവും ചെയ്യാത്ത കാര്യവും സംഭവിക്കുന്നതും എല്ലാം ഓർക്കുമ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ഒരു അന്തവുമില്ല. ഒരു പ്രയാസത്തിലായിരിക്കുന്നവർ കർത്താവെ അവർ കൂടുതൽ പ്രതിരോധത്തിലാകുമ്പോൾ അവർ അങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങൾക്ക് തന്ന ജീവിതം ദൈവത്തോടു കൂടി ജീവിച്ച് തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട്, ദയാലുവായ കർത്താവിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ദയവ് കിട്ടും. നിങ്ങളുടെ കടഭാരങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, കടഭാരം എനിക്ക് ചുമക്കുവാൻ പറ്റുമോ എന്ന്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഒരു നിമിഷം ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഞാനിത് ചെയ്യട്ടെ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എന്നാൽ നീ എന്നെ താങ്ങുമോ എന്ന് നമ്മൾ ആ സംഭാഷണം ചെയ്തതിന് ശേഷം ചെയ്തു നോക്കുക. നമുക്ക് ഒരു കുറവും ഉണ്ടാകില്ല. ദൈവമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരി എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെ ആയിരിക്കും. അതുപോലെ ഇന്നും എന്നും ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപയിൽ ആയിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സർവമാനവും മഹത്വവും അങ്ങേക്ക് തന്നെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച നല്ല പിതാവേ, ആമേൻ. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.